സ്വാതി, ഈ പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ വെടിനിർത്തൽ കരാർ ലംഘനം എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഗതിയൊന്നുമല്ല. 49-ൽ, 65-ൽ, 71-ൽ, 2003-ൽ, 2021-ൽ ഈ തവണകളിലൊക്കെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഇന്നലെ. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്ക് അവസാനം പരിഹാരം കണ്ടു എന്നവർ ആഘോഷിച്ച വിവരമാണ്. അന്ന് ഈ പറഞ്ഞ വർഷങ്ങളിലൊക്കെ വെടിനിർത്തൽ കരാർ ലംഘിച്ച സമയത്ത് മധ്യസ്ഥത വഹിച്ച സോവിയറ്റ് യൂണിയനെയും ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഇരുട്ടത്ത് നിർത്തിയിട്ടുണ്ട് മുൻപും പാകിസ്ഥാൻ. പക്ഷേ ഇത്ര വേഗം ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുക എന്നത് ആദ്യത്തെ സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 4 മണിക്കൂർ മാത്രമാണ് ആ ദൂരത്തിനുണ്ടായിരുന്നത്. തീർച്ചയായും ഇന്നലെ ഈ ഒരു ഘട്ടത്തിൽ, അതായത് തുടരെ നമ്മൾ ഇത് സംബന്ധിച്ച് എല്ലാവരും വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ സൈനിക വിദഗ്ധരുമായി ഒക്കെയുള്ള നടത്തിയ ചർച്ചകളിൽ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ള സൈനിക വിദഗ്ധരൊക്കെയും ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാന്റെ ചരിത്രം തന്നെ. പാകിസ്ഥാൻ കാലങ്ങളായി നടത്തി വരുന്ന ഇത്തരത്തിൽ ഈ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആദ്യമല്ല. പക്ഷേ ഇത്രയും കനത്ത ഒരു സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിൽ ഭരിതമായി മുന്നോട്ട് പോവുകയും ഇരു രാജ്യങ്ങൾ സമാധാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ അടിയന്തര ചർച്ചകൾ, നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നടന്നതിൻ്റെ ഭാഗമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മണിക്കൂറുകൾക്ക് ശേഷം അത് ലംഘിക്കുകയും ചെയ്യപ്പെടുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനം പാകിസ്ഥാൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാനുമായുള്ള ആശയവിനിമയം ആ ഘട്ടത്തിൽ നടത്താൻ ശ്രമിക്കുകയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഈ നടപടി അപലപനീയമാണ് എന്ന തരത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ വിവിധ രാജ്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ചർച്ചകൾ നടക്കുകയും വിദേശകാര്യ വക്താവ്, അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയവുമായൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള സമ്മർദ്ദം പാകിസ്ഥാനുമേൽ കഴിഞ്ഞ ദിവസം കൂടി കനത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ള വലിയ ചോദ്യം പാകിസ്ഥാന് നേരെ ഉയരുകയും ചെയ്തു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഇതിനുള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ നിലവിലൊരു സമാധാന അന്തരീക്ഷം വരുന്നത്. കൃത്യമായൊരു നിർദ്ദേശം പാകിസ്ഥാന്റെ സൈന്യത്തിന് നൽകിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിർത്തി പ്രദേശങ്ങൾ ഇപ്പോൾ സമാധാനപരമായി പോകുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ, മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ, അതോടൊപ്പം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഈ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട സൈനിക മേധാവികളുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനുമായി ഒരു കൃത്യമായുള്ള ചർച്ച നിലവിൽ അതിനുശേഷവും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണ സംഭവങ്ങൾ, പ്രകോപനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം നിലവിലിപ്പോൾ പിന്നോട്ട് മാറിയിട്ടുള്ളത്. എന്നുവെച്ച് പൂർണ്ണമായും ഇന്ത്യ ഇപ്പോഴും അതിനെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ജാഗ്രതകൾ ഇപ്പോഴും രാജ്യം തുടരുന്നു, നിരീക്ഷണങ്ങൾ തുടരുന്നു. എങ്കിലും പൂർണ്ണ സ്ഥിതിയിലേക്ക് ജനങ്ങൾക്ക് അവരുടെ ജീവിതം, ഇന്നലെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബംഗറിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് പോയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഓരോ ആളുകൾ അവരുടെ വീടുകളിലേക്ക്, പൊളിഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് ചെന്ന കാഴ്ചകളൊക്കെ നമുക്ക് ട്വിറ്ററിലടക്കം ലഭ്യമാകുന്നുണ്ട്. അത്തരം അവരുടെ ജനജീവിതം പഴയ രീതിയിൽ നടക്കട്ടെ എന്നുള്ളത് ഇപ്പോൾ ആശ്വസിക്കാൻ, അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. അങ്ങനെ ജനജീവിതം ദുരിതപൂർണ്ണമല്ലാതെ സമാധാനപരമായി ഇപ്പോൾ അതിർത്തി മേഖലകളിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വരുന്ന മണിക്കൂറുകളിലും കനത്ത ജാഗ്രതയോടെ സൈന്യം എന്തായാലും മുന്നോട്ട് പോവുകയാണ്.